വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹാപ്പി വിഷു. അപ്പം ഞാൻ രാവിലെ തന്നെ ഒന്ന് അടിച്ചു വാരി തുടക്കട്ടെ, എന്നിട്ട് കുളിക്കണം. ആദ്യം ഞാൻ സിറ്റൗട്ടാണ് അടിച്ചു വാരിയത്. അത് കഴിഞ്ഞാൽ റൂമൊക്കെ അടിച്ചു വാരി. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ് അടിച്ചു വരുമ്പോഴൊക്കെ. അത് കഴിഞ്ഞാൽ ഞാൻ നിലം തുടച്ചു. ആദ്യം സിറ്റൗട്ട് തന്നെയാണ് തുടച്ചത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റൂമുകളൊക്കെ തുടച്ചു. വിഷുക്കണീൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്. ഞങ്ങൾ പുലർച്ചയ്ക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പം കണി കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടില്ല. പാപ്പൻ്റെ വീട്ടിലാണ് വിഷുക്കണി വെച്ചത്. ഞങ്ങൾ പുലർച്ചയ്ക്ക് അവിടെ പോയി കണ്ടതാണ്. ഞാൻ കുടിച്ചൊക്കെ വന്നു. പാചകത്തിന് വേണ്ടിയിട്ടാകുമ്പോൾ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയി നോക്കട്ടെ. ഞാൻ പായസത്തിനുള്ള പാല് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം, എന്നിട്ട് വേണം അട ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അടപ്പായസമാണ് ഉണ്ടാക്കുന്നത്. പാല് തിളച്ച് വന്നപ്പോൾ അട ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടത് ഇളക്കട്ടെ. പായസം ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ജ്യൂസ് അടിക്കട്ടെ, പൈനാപ്പിൾ ജ്യൂസ് അടിക്കട്ടെ. ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കണ്ടേ. അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജ്യൂസ് പോയി ഉണ്ടാക്കട്ടെ. പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. മിക്സിയിലിട്ടു പഞ്ചസാരയും വെള്ളം ചേർത്ത് അടിച്ചെടുത്ത് അവർ വന്നപ്പോൾ കൊടുത്തു. എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ മക്കൾ ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരാനുണ്ട്. അവരെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ മക്കളെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നേ. അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചതാണ്. അടിപൊളി. പായസം ഇപ്പോൾ എടുക്കുന്നില്ല. പായസം ചോറുന്നതിന് കുറച്ച് കഴിഞ്ഞ് കഴിക്കുക വെച്ചിട്ടാണ്. സദ്യ നല്ല രസമുണ്ട്. സദ്യേൻ്റെ ഐറ്റംസ് ഇതാ: അവിയൽ, കൂട്ടുകറി, സാമ്പാർ, അച്ചാർ, കാബേജ് ഉപ്പേരി ഒക്കെ ഉണ്ട്. ചിലത് ഇതിൽ കാണിച്ചിട്ടില്ല. രസം, ചോറ് ഒക്കെ. പിന്നെ ഇതാ പച്ചടി ഉണ്ട്, പുളി ഉണ്ട്, പിന്നെ പപ്പടം ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി സദ്യയായിരുന്നു. പിന്നെ പായസം ഞാൻ പറഞ്ഞല്ലോ, പാലട ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. ഇവിടെ രുഹി വന്നിട്ടുണ്ട്. ഇവിടുന്ന് കളിക്കുകയാണ്. ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സ് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവരെത്താറായിന്നാണ് പറഞ്ഞത്. അമ്മമ്മയും അമ്മച്ചനും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അമ്മേൻ്റെ ഫ്രണ്ട്സ് ഇരുന്നിരുന്നവരുടെ കൂടെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പാപ്പൻ്റെ അവിടെ പോയിട്ട് വരാം. വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ താഴെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് പാപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങിയാൽ പാപ്പൻ്റെ വീടെത്തി. അത്രേ ദൂരമുള്ളൂ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ഇതാണ് പാപ്പൻ്റെ വീട്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ എത്തി നോക്കുമ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ അവർ മേലെ വീട്ടിൽ പോയതായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ വന്നു. പിന്നെ ഇവിടുന്ന് എല്ലാവരോടും സംസാരിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പായസമൊക്കെ കുടിച്ചു. അപ്പം മടുക്കൊന്നും അപ്പം വിഷുവൊക്കെ ഇവിടെ കഴിഞ്ഞ് രാത്രിയായി. ഇതൊരു ഷോർട്ട് വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളായി ഞങ്ങൾ വരുന്നുണ്ട്. ബൈ ബൈ. ബൈ ബൈ.